ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ. ലക്ഷദ്വീപിലത്തെ ഹലുവയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ 2-3 ദിവസം മുന്നേ നമ്മൾ ബിജുവിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ബിജുവിന് നമ്മൾ തെങ്ങ് കയറാൻ കൊണ്ടുപോയൊരു വീഡിയോ. അപ്പോൾ അതിൽ നമ്മൾ അലുവ ഉണ്ടാക്കാനുള്ള കരിക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 30 കരിക്ക് കൊണ്ടാണ് നമ്മൾ ഇവിടെ അലുവ ഉണ്ടാക്കണത്. ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഞാനില്ല, എൻ്റെ ഉമ്മാൻ്റെ ചിങ്ങയും ആണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അവർ ഈ വെള്ളമൊക്കെ ശേഖരിച്ച് വെക്കുന്നുണ്ട്. കരിക്കും വെള്ളം കുടിക്കാൻ നല്ല രസം ഉണ്ടാവില്ല. അപ്പോൾ ശേഖരിച്ച് വെക്കുന്നുണ്ട്. 2-3 ബോട്ടിലാക്കി ഇങ്ങനെ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കൊത്തി നല്ല അതിൻ്റെ ഞാറൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ കൊത്തി വെക്കാണ്. എന്നിട്ടാണ് ചിരക്കാനുള്ളത്. ഇതെല്ലാം ചിരച്ചെടുക്കണം. ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് കരിക്കും വെള്ളം. അപ്പോൾ കുടിച്ച് വേറെ ഊതിക്കാവുന്നതേ ഉള്ളൂ. നല്ല രസമുണ്ടാവും കുടിക്കാൻ. ഞാനാണ് ഇവിടുന്ന് കൂടുതലും കൊത്തി വെച്ചത് കേട്ടോ. അപ്പോൾ കൊത്തി വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ കൊത്തി വെച്ചതാണ് സംഭവം പറഞ്ഞാൽ. അങ്ങനെ ഗായ്സ്, നമ്മളെ കരിക്കെല്ലാം കൊത്തി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളടുത്തത് നമ്മളെ ഇത് ചിരക്കലാണ്. നമ്മളെ എൻ്റെ ഇത്താത്ത ഇങ്ങനെ ചിരക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത്താത്ത മാത്രമല്ല ചിരക്കണം, ഉമ്മ ചിരക്കുന്നുണ്ട്, പിന്നെ ഞാനും ചിരക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കുറച്ചൊക്കെ ചിരച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുടിച്ച് വയറൂതിയപ്പോൾ ബാക്കി നമ്മൾ കുപ്പിയിൽ തൊട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുപ്പിയിൽ തൊട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിപ്പോൾ തൊട്ടാണ്. നമുക്ക് നോക്കാം ഈ 2 കുപ്പി ഫുള്ളായിട്ട് ഇത് കിട്ടുമെന്ന്. കുറേയൊക്കെ കുടിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം കൊടുത്ത് ബാക്കിയാണിപ്പോൾ തൊടുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ എത്രയാണുള്ളത് എന്നൊക്കെ. അപ്പോൾ 2 ബോട്ടിൽ കറക്റ്റായിട്ട് ഏകദേശം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും കുറച്ച് ബാക്കിയുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് നമ്മളെ സുഫിയാനെ ഹിബായിക്കും തൊട്ട് കൊടുക്കാം. അപ്പോൾ ഹിബ റെഡിയാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ ഹിബ ഇത് കുടിച്ച് കയറ്റാണ് ഗൈസ്. ഹിബ കുടിച്ച് ഇനി നമുക്ക് എന്തായാലും നമ്മളെ സുഫിയാനെ വിളിക്കാം. അപ്പോൾ സുഫിയാൻ കുടിക്കാനായി. സുഫിയാനോട് ഞാൻ പറയാണ് നല്ലതാണ്, എനർജിയാണ്, ഭയങ്കര എനർജിയാണ്, ഓട്ടത്തിന് ഫസ്റ്റാണ്, കുടിച്ചോ. അപ്പോൾ സുഫിയാൻ പറയാണ് അടിപൊളി എന്ന് പറഞ്ഞിട്ട് സുഫിയാൻ അത് കുടിച്ച് തീർത്ത് ഗൈസ്. അങ്ങനെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശർക്കര കൊണ്ടാണ് ഇത് നമ്മൾ അലുവ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മളൊരു 11 ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. 11 ശർക്കര കൊണ്ടാണ് നമ്മൾ ഈ 30 കരിക്ക് തേങ്ങയൊക്കെ നമ്മൾ 11 ശർക്കര കൊണ്ടാണ് ഈ ഹൽവ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഉമ്മ ഇത്ര മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി ശർക്കര എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ശർക്കര അമ്മ പറഞ്ഞു വേഗം ഉരുക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൊത്തി കുറച്ചൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാം കൊണ്ടുപോയി കൊത്തിയിട്ട് നമ്മൾ കൊണ്ടുവന്ന്. നമ്മളിത് ഉണ്ടാക്കണത് പുറത്താണ് കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ പുറത്തായിട്ടൊരു ഷെഡ് പോലെ ഉണ്ട്. ഒരു ഇങ്ങനത്തെ പഴയ നാടൻ കടികൾ അല്ലെങ്കിൽ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു ഷെഡ് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് മല്ലെന്നാണ് നമ്മൾ പറയണത് ശർക്കരേനെ. അപ്പോൾ മല്ല ഇട്ടു. പിന്നെ മറ്റേ ഏലക്ക കൊണ്ടുവന്നു, ഏലക്കയും കുറച്ചിട്ടു. ബാക്കിയുള്ള മല്ലവും കൂടി ഞാൻ ഇട്ടു. പിന്നെ നമുക്കിത് ഇളക്കാനായിട്ട് ഇത് എന്താണെന്നറിയോ യെസ്, നമ്മളെ തെങ്ങോലയില്ലേ, തെങ്ങിൻ്റെ ഓല, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണിത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. ഇത് കൈകി എടുത്തിട്ട് ഇതുകൊണ്ടാണ് നമ്മൾ ഈ അലുവേൻ്റെ ഇത് തിരിക്കണത്. പണ്ട് കാലങ്ങളിൽ ഇത് ഇങ്ങനെയാണ് ദ്വീപിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇത് തന്നെയാണ് ഇവർക്കും ഇഷ്ടം, ഇങ്ങനെ ചെയ്യാനാണ് ഇവർക്കും ഇഷ്ടം. അപ്പോൾ ഉമ്മ ഇത് കൊത്തിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ കൊത്തിക്കൊണ്ട് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് കൈക്ക് എടുത്തിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ തിരിക്കണത്. ഈ തിരിക്കൽ ഒറ്റ തിരിക്കലാണ്. ഇത് തിരിച്ച് ഇതുപോലെ ആയി. മല്ലെല്ലാം അലിച്ചെടുത്ത് ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടോളി. നമ്മളെ ശർക്കര വേവിച്ച് കഴിഞ്ഞാൽ ഇനി ഉരുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെന്താണ് നമ്മൾ ചേർച്ച് വെച്ച കരിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. കരിക്കും പീര നമ്മൾ ഇട്ട് കൊടുക്കും. എന്നിട്ടാണ് തിരി നമ്മൾ തിരിച്ചില്ല അതുപോലെ ഉമ്മ ഇങ്ങനെ തിരിയാണ്. ഇത് കറക്റ്റ് ടൈറ്റായിട്ട് വരില്ല, അതുവരിക്കും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഉമ്മ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മാൻ്റെ ചെങ്ങായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മൻ്റെ ചെങ്ങായി അപ്പുറത്തിരിപ്പുണ്ട്. ഉമ്മ
തളർന്നു കഴിഞ്ഞാൽ ഉമ്മാൻ്റെ ചങ്ങായി തിരിക്കും. അപ്പോൾ അങ്ങനെ തിരിച്ച് ഉപ്പാട് ഊരിയിട്ട് ഉണ്ടാക്കണതാണ് ഈ അലുവ. അപ്പോൾ ഉപ്പാട് ഊരിയിട്ട് ഉമ്മ കുളഞ്ഞിട്ട് നമുക്ക് തളർന്നു കഴിഞ്ഞപ്പോൾ ഉമ്മാൻ്റെ ചങ്ങായി ഇങ്ങനെ തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് ഉമ്മാൻ്റെ ചങ്ങായി ഒരു പരിവാവും. അങ്ങനെ തിരിച്ച് മരിച്ചുണ്ടാക്കണതാണ് ഈ ഹലുവ എന്ന് പറയുന്നത്. ദീപക്കാർ തിരിച്ചു മറിച്ച് ഉണ്ടാക്കുന്നതാണ് ഈ ഹലുവ. അപ്പോൾ വീടിൻ്റെ പുറത്ത് ഈ ഒരു പരുവത്തുള്ള ഷെഡിലാണ് നമ്മൾ ഈ അപ്പങ്ങൾ, ഇങ്ങനെയുള്ള ഹലുവകൾ, നാടൻ ഐറ്റംസ്, ഇങ്ങനെ ചമ്പപ്പം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണത് കേട്ടോ. നമ്മൾ വിറകൊക്കെ യൂസ് ചെയ്തിട്ട്, തെങ്ങിന്ന് കിട്ടുന്ന വിറകൊക്കെ യൂസ് ചെയ്തിട്ട് അടുപ്പ് പോലെ ആക്കിയിട്ട് അതിലാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നാടൻ സ്റ്റൈലിൽ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയുണ്ട്. അപ്പോൾ ഞാൻ മല്ലി ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ വായിലിട്ട് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടോ നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഈ അലുവ എനിക്ക് വേണ്ടിയിട്ടാണ് ഉമ്മായും താത്തയും എൻ്റെ ചങ്ങായും ഇങ്ങനെ ഉണ്ടാക്കണത്, എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് എന്തിനാണെന്ന് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ അലുവ ഉരുട്ടൽ ചടങ്ങാണിത്. അപ്പോൾ അലുവയൊക്കെ ഉണ്ടാക്കി നല്ല ചൂടോട് കൂടിയിട്ട് ഉരുട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ അലുവ ഇങ്ങനെയാണ് ഉരുട്ടൽ വരെ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക. പിന്നെ അലുവ ഉണ്ടാക്കുന്ന അറിയാത്തവർക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കുക. അപ്പോൾ അലുവ ഉണ്ടാക്കാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അലുവ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അലുവേൻ്റെ അടുത്ത് ഇങ്ങനെ കാണുമ്പോൾ അലുവ ഇവർക്ക് അറിയാണ്ട്, ഈ ഉരുട്ടുന്ന ആൾക്കറിയാണ്ട് നമ്മൾ മെല്ലെ എടുത്തിട്ട് ഇങ്ങനെ പുറത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മെല്ലെ ഇങ്ങനെ എടുക്കും, എന്നിട്ട് വായിലെടുത്തിടും. ഓർക്കറിയില്ല, ഓരോ വിചാരിക്കും ഉരുട്ടാൻ എടുക്കുകയെന്ന്. അപ്പോൾ നമ്മളെടുത്ത് വായിക്കിടുകയല്ലേ. നല്ല രസമുണ്ട്, ഇങ്ങനെ ചൂടോടെ ഇങ്ങനെ തിന്നാൻ നല്ല രസമുണ്ട്. അപ്പോൾ ലക്ഷദ്വീപിലത്തെ അലുവ ഉണ്ടാക്കണത് ഇങ്ങനെയാണ്. പിന്നെ കേരളത്തിലൊക്കെ ലക്ഷദ്വീപിലെ അലുവ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ ലക്ഷദ്വീപിലത്തെ അലുവയും അവിടെ വിൽക്കണ അലുവയും ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ലക്ഷദ്വീപിലത്തെ അലുവ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് ലക്ഷദ്വീപിൽ വന്ന് തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ നിന്ന് കൊടുത്തു വിടണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ഇനി വരുന്നുണ്ട്. നമ്മളെ മീനച്ചാറിൻ്റെ വീഡിയോ റെഡിയാക്കിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.